നല്ല രീതിയിൽ കായ പിടിക്കുന്നൊരു വെറൈറ്റിയാണ് ഷമാമ്. നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് കുന്തൻ വെറൈറ്റി ഷമാമാണ്. ഹാർവസ്റ്റിംഗ് ടൈമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും ഷമാമ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷമാമ് ഇവിടെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഈ ഷമാമിൻ്റെ പ്രത്യേകത, ഷമാമ് വള്ളി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, നമ്മൾ മൾച്ച് ഷീറ്റ് വിരിച്ച ഏരി, അതിൻ്റെ മുകളിൽ തന്നെയാണ് ഇത് കായ പിടിച്ച് കിടക്കുക എന്നുള്ള. വള്ളി സ്പ്രെഡായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അധികം ഇറങ്ങാറില്ല. ഇവിടെ ഒക്കെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഷമാമ് കാണാൻ പറ്റും കേട്ടാ. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഷമാമാണ്. അപ്പോൾ വളർത്തി നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ല റിസൾട്ടുള്ളൊരു വെറൈറ്റിയാണ് ഷമാമ്. ഷമാമ് ഇതാ ഇവിടെയൊക്കെ ഉണ്ട്. ഇത് ഈ കാണുന്നത് ഇവിടെയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷമാമ് കാണാൻ പറ്റും. എത്ര പോലെ ഷമാമല്ലേ, ഇത്രയധികം ഷമാമുണ്ട്. ഇതിവിടെ കുറച്ച് ഏരിയയിൽ നമ്മൾ മാത്രം ജസ്റ്റ് ഒന്ന് നടന്നപ്പോൾ കണ്ട ഷമാമാണ്. ഇവിടെയൊക്കെ കണ്ടില്ല കിടക്കുന്ന ഷമാമ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നമ്മളിപ്പോൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ്. കഴിഞ്ഞ നോമ്പ് കാലത്തൊക്കെ നമുക്ക് ഷമാമ് വിളവെടുക്കാൻ പറ്റുകയാണെങ്കിൽ ജ്യൂസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പോകുമായിരുന്നു. ഷമാമ് വിപണനം ബുദ്ധിമുട്ടായ സമയത്ത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട് ആക്കാനുള്ള ശ്രമം നടത്തി. അത് പൂർണ്ണമായിട്ടും സക്സസ് ആയില്ല. പിന്നെ അതിനുശേഷം നമ്മളൊരു വെള്ളിയാഴ്ച പള്ളിക്ക് മുമ്പിൽ കൊണ്ടുപോയിട്ട് ആൾ കൂടുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കൊട്ടവണ്ടിയിലിട്ടിട്ട് കച്ചവടം ചെയ്യാനുള്ള ശ്രമം നടത്തി. 3 കിലോ 100 രൂപ എന്നുള്ള രീതിയിൽ നമ്മൾ സെയിൽ ചെയ്യാൻ ശ്രമിച്ചത്. അന്ന് കുഴപ്പമില്ലാത്ത ചെറിയ രീതിയിലൊക്കെയുള്ള ഒരു സെയിലൊക്കെ കാര്യങ്ങൾ നടന്നത്. പിന്നീട് നമ്മൾ തോട്ടത്തിൽ വന്നതിന് ശേഷം നമുക്ക് തോന്നിയിട്ടുള്ള ഒരു ഐഡിയയാണ് 3 എണ്ണം 100 രൂപ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ വരുന്ന തണ്ണിമത്തം വാങ്ങാൻ വരുന്ന ആളുകളോട് നമ്മൾ പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് 3 എണ്ണം പൊട്ടിച്ചെടുത്തോളി, 100 രൂപ. എന്നിട്ട് കവറും കൊടുക്കും. അപ്പോൾ അവർക്ക് തന്നെ ഫാമിൽ നിന്ന് എന്ത് ചെയ്യുക, തോട്ടത്തിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, പൊട്ടിച്ചിട്ട് പഴുത്തത്. ആ ഒരു ട്രിക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ളൊരു സെയിൽ ഷമാമിൻ്റെ കാര്യത്തിൽ കണ്ടെത്താൻ പറ്റി. ഇപ്പോൾ നമ്മുടെ തോട്ടത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഷമാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിറ്റ് പോയിട്ടുണ്ട്. നല്ല രീതിയിൽ കായ പിടിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ഷമാമ്. ഇതിൻ്റെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ഷമാമൊക്കെ നല്ല രീതിയിൽ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ വള്ളിമെന്ന് ഇങ്ങനെ തൊടുമ്പത്തന്നെ കണ്ടില്ലേ, ഇങ്ങനെ ഇട്ട് പോരും. ഈ രീതിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ ചെയ്യണ സമയത്ത് കറക്റ്റ് സമയത്ത് നമുക്ക് വിപണി കിട്ടിയിട്ടില്ലാണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടെ കിടന്നിട്ട് കേടുവന്ന് പോകുന്ന സാഹചര്യം വരും. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് സമയത്ത് വിപണി കണ്ടെത്താനുള്ള എന്തെങ്കിലും ഐഡിയാസ് ഉപയോഗിച്ചേ പറ്റുള്ളൂ കർഷകർ. ഇല്ലാണ്ടെങ്കിൽ നഷ്ടത്തിലേക്ക് പോകും. ഏകദേശം നമ്മളെ തോട്ടത്തിൽ 750 സീഡിൻ്റെ അടുത്താണ് ഷമാമ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിലെങ്ങനായാലും ഒരു 700 സീഡൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും. ഈ 700 സീഡ് വെച്ചതിൽ ഒരു 500ന് മുകളിൽ തൈകളും അതായത് ചെടികളും ഷമാമിൻ്റെ നമ്മുടെ തോട്ടത്തിലുണ്ടായിരിക്കും. അത്രയും ഷമാമ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന 4 ഏരിയ ഷമാമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട്, അവിടെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെയൊക്കെ കണ്ടില്ല പഴുത്ത് നമുക്ക് കിടക്കുന്നത് കാണാൻ പറ്റും. ഇവിടെയൊക്കെ പഴുത്തതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി നമ്മുടെ തോട്ടത്തിൽ വരുന്നവർക്ക് പൊട്ടിക്കാനുള്ളതാണ്. നമ്മൾ കൃഷിക്കാരിത് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. തണ്ണിമത്തന് നമ്മൾ പൊട്ടിച്ചിട്ട് ആ കാണുന്ന കോർണറിൽ അവിടെ വെച്ചിട്ട് അവിടെ നിന്നാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തോട്ടത്തിൽ വരുന്നവർക്ക് ഷമാമ് നേരിട്ട് പൊട്ടിക്കാനുള്ള അവസരം 3 എണ്ണം 100 രൂപ എന്നുള്ളൊരു ഓഫറും കൊടുത്തപ്പോൾ നമ്മുടെ ഷമാമ് എന്ത് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വിപണി നമുക്ക് കണ്ടെത്താൻ പറ്റി. കൂടുതൽ ആവശ്യമായ വിശേഷമായിട്ട് അടുത്ത വീട്ടിൽ കാണാം. ബൈ.